السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനികളെ, മഹത്തായ ബദർ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമേറിയ 2-3 സംഭവങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു പാട്ടുണ്ട്. അതിൽ നിന്ന് അല്പം പാടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ തമ്പുരാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. ചേർന്നീട്ടാരികറുകൾ പീന ചെയ്യും ഷദീദാലെ ചേടാ കോഫിർ ബിന്ദാൻ പുറപ്പെട്ടുള്ള സമയം ചെണ്ടകൾ തകുണിത മധുചെവി പടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരെ ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഓരോ ദൂര ആദിയിലുണ്ട് ആദിയിലുണ്ട്. ബദർ യുദ്ധക്കളത്തിൽ ഗംഭീരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഗംഭീരമായ യുദ്ധം നടക്കുമ്പോ മുശ്രിക്കുകൾ 950ഓളം ആളുകളുണ്ടെങ്കിലും അവർ പരാജയത്തിന്റെ ഭീതിയിലാണെന്ന് മാത്രമല്ല, അവർ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ആ സമയത്തായിരുന്നു ശക്തമായ ശബ്ദ കോലാഹലങ്ങളും ബാൻഡ് വാദ്യങ്ങളുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഒരു വലിയ പട്ടാളക്കൂട്ടം ബദറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആരെ സഹായിക്കാനാണെന്ന് സ്വഹാബത്തും മുശ്രിക്കുകളും ജിജ്ഞാസയോടെ നോക്കി നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരാണ് വന്നത്? തേർന്തീങ്കാട് തപ്പള ശോജാഅത്ത് മാശഹൂറാം ധീരൻ സൂറഖത്ത് ബനു മാലിക്കാം. അവൻ താം തിരുടന ജഹലുടെ കരമൈ പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ ലഅനൊത്ത് പൊരുതലിൻ ഹർബിന് നിനവുമൈ ബെത്ത് ചേനൈ കാനിം ദന്തേ പാടി തോണുന്നേ. അങ്ങനെ വെളിവാക്കപ്പെട്ടുകൊണ്ട് ബദർ യുദ്ധക്കളത്തിലേക്ക് ധീര ശൂര പരാക്രമിയായ വ്യക്തി കടന്നു വന്നപ്പോ ആളുകൾ അന്തം വിട്ട് അന്താളിച്ചമ്പരന്നുപോയി. ആരാണത്? ധീരനായ സുറാഖത്ത് ഇബ്നു മാലിക്. അറേബ്യൻ രാജ്യത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പട്ടാളത്തിലുമാണ് ഏതൊരു സംഘടനയിലും വിജയമുണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ജിജ്ഞാസയോടെ കാത്തിരുന്നു, ആരെ സഹായിക്കും? മുശ്രിക്കുകളെയാണോ മുസ്ലിങ്ങളെയാണോ? എന്നാൽ അയാൾ വന്നുകൊണ്ട് കൈകൊടുത്തത് ആർക്കാണെന്നറിയുമോ? തിരുടനാം ജഹലുടെ കരമൈ പിടിത്ത് അബൂജലിനെ കൈകൊടുത്ത് ഷൈക്കൻഡ് കൊടുത്തു. അതോടൊപ്പം തന്നെ സഹായ വാഗ്ദാനങ്ങളും നൽകി. എന്നിട്ട് പറയാണ്, അബുല്ലകമേ, അത്ഭുതമായിരിക്കുന്നല്ലോ, 950ഓളം ആളുകൾ വരുന്ന അങ്ങയുടെ സർവായുധ വിഭൂഷിതരായ പട്ടാളക്കാർ ഈ യുദ്ധക്കളത്തിൽ തോൽവിയുടെ വക്കിൽ, എന്തൊരു അത്ഭുതമാണ്. എന്നാ മുഹമ്മദിന്റെ പാർട്ടിയാകട്ടെ കുറേസലാസമിഅത്തിനകത്ത് മരുവലറുള്ളുമെ പരികളാലാത്ത് പർവ്വതിനില്ലവേ അവരിൽ മടുത്ത് കോടൂൽ അപമാന ചുരുതി പോമോ. മുഹമ്മദിന്റെ പക്ഷത്താകട്ടെ കേവലം 300-നകത്ത് മാത്രമാണ് ആളുകളുള്ളത്, ആയുധങ്ങളും കുറവാണ്. എന്നിട്ട് ആ ചെറിയ സംഘത്തോട് പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ അബുല്ലകമേ, സഹിക്കാൻ കഴിയുന്നില്ല. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് നിന്നെ സഹായിക്കേണ്ടതിന്റെ ബാധ്യതയാണ്, നീ വിജയിക്കേണ്ടതിന്റെ ബാധ്യതയാണ്. മുഹമ്മദ് ഈ ലോകത്ത് പരാജയപ്പെടണം. ഒരൊറ്റ കാര്യമേ എനിക്ക് നിന്നോട് നിർദ്ദേശിക്കാനുള്ളൂ. എന്റെയും എന്റെ അനുയായികളായ പട്ടാളക്കാരുടെയും സഹായം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്യുമ്പോ ആ മുഹമ്മദിന് ജീവനോടെ കെണിയിൽ പിടിച്ച് എനിക്ക് നൽകണം. സമ്മതിച്ചു അബുല്ലകം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഈ സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മനുഷ്യനും അയാളുടെ അനുയായികളുമാണ് ഈ വന്ന് സഹായിക്കാൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ആരാണ് സുറാഖത്ത്? ഈ വന്ന സുറാഖത്ത് ഒറിജിനൽ സുറാഖത്ത് തന്നെയാണോ? അല്ല. വൈദ്യര് പറയുന്നു, ആയേ സുറാഖത്തണ്ടവനാമേ ഇബ്ലീസ് ആകെ ഫാവുസും ബിൻ ഷയാത്തീൻകളാം ജഹലിൽ അഗമദിയിലെ ഇരുവരും കഴിക്കോർത്ത് അഹദ് ചെയ്തണിയിട നടനടമത്ത് ജിഗമൊട് പടമൊളി പറയുവർ ചേർത്ത് ആശാ പീരീശത്തിൽ നടക്കും നേരം
ആയേ സുറാക്കത്തണ്ടവനാമേ ഇബിലീസ്. ഈ വന്നിരിക്കുന്ന സുറാക്കത്ത് ഒറിജിനൽ അല്ല, അവൻ ആമേ ഇബിലീസ്, അവൻ ഇബിലീസാണ്. ആകെ ഫൗസും ബിൻ ഷയാത്തീങ്ങളാം, അവന്റെ പറയിലുള്ള പട്ടാളക്കാര് മുഴുവനും പിശാചിക്കളാണ്. അങ്ങനെ ശൈത്താൻ കുട്ടികളും ഇബിലീസും കൂടിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ നബിക്കെതിരിലും അബൂജഹൽ അനുകൂലമായിട്ട് യുദ്ധത്തിന് വേണ്ടി ബദൽ വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കൊച്ചു ഹൈമക്കകത്താണ് ഈ സന്ദർഭത്തിലുള്ളത്. പെട്ടെന്നതാ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ആ ഹൈമയുടെ വാതിലിൽ വന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. എന്താ കണ്ടത്? നായൻ തീരോ തോദർ ഹൈമാബിലെ ബന്ദ് നാശകാദാഹാദാനയന്തരെല്ലാം ഉടനെ നബികളിൽ അധിപതി പരനിൽ സുജൂദിൽ പുവിതനിൽ നബിളുകവെ ഇരവത് മോദി അബുൽ ഹസൻ അലി തങ്ങൾ ഉരക്കുന്നു ചേതി താനും ബദർ നാളിൽ ആടൽ പൊക്കതായി. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി ആ ഖൈമയുടെ വാതിൽ വന്നുകൊണ്ട് നാശകദഹാദ നയന്താറെല്ലാം അതിഭീതിജനകമായ യുദ്ധക്കളം കണ്ട് അന്തം വിട്ട് അന്താളിച്ചു പോയി. കാരണം മുശ്രിക്കുകളെ സഹായിക്കാൻ പിശാചുക്കളും ഇബ്ലീസും വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി ചെയ്തെന്താണെന്നറിയുമോ? നബികളിൽ അധിപതി പരനിൽ സുജൂദിൽ, പ്രവാചകന്മാരുടെ നേതാവ് പരമലോകത്തിന്റെ മുഴുവനും സയ്യിദായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ അതാ കിടക്കുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുകയാണ്. മഹാനായ അലിയാർ തങ്ങള് യുദ്ധക്കളത്തിൽ നിന്ന് വന്ന് ഈ രംഗങ്ങളൊക്കെ കണ്ടിട്ട് മഹാനായ അലിയാർ തങ്ങൾ കഥ പറയാൻ. എന്താ പറഞ്ഞെന്നറിയുമോ? ഞാൻ അങ്ങനെ ചെന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി ഈ ഇബ്ലീസിന്റെ സാന്നിധ്യം കണ്ടതോടെ മാനസികമായി തകർന്നു പോയ പ്രവാചകൻ ഒരൊറ്റ സുജൂദിലേക്ക് പോവുകയും ആ സുജൂദിൽ കടന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ മാത്രം പറയുകയും ചെയ്തു. ഏതായിരുന്നു ആ ഇസ്മ എന്നറിയുമോ? തനിയവനിലെ സുജുദാല കിടക്കൈ അനിതമിതു അബിടുകാതെ ഇരക്കൈ പുനവൊരു ഇസ്മുല്ല നീ മധുരക്കൈ താനേ യാ ഹയ്യും യാ ഖയ്യൂമിണ്ടാനേ. അല്ലാഹുവിന്റെ ഏകനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി ദുആ വിടുകാതെ ഇരക്കൈ. വല്ലാതെ വാചകങ്ങളില്ലാത്ത ഈ വാചകം മാത്രം ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഏതാണ് ആ വാചകം? യാ ഹയ്യും യാ ഖയ്യൂം, യാ ഹയ്യും യാ ഖയ്യൂം. ആ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സഹോദരങ്ങളെ സകല ലോകങ്ങളും അണ്ടകടാഹങ്ങളും പടച്ചു പോറ്റുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ നബിയോട് പടച്ച തമ്പുരാൻ ബദറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കരാറ് ചെയ്തിട്ടുണ്ട്. എന്താണ് കരാറ്? നടക്കാൻ പോകുന്ന ഏറ്റുമുട്ടലിൽ നിങ്ങൾ ജയിക്കുമെന്ന്, ഞാൻ സഹായിക്കാമെന്ന്. ആ കരാറ് ലംഘിക്കുന്നവനല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പടച്ച തമ്പുരാൻ ഇതാ കരാറ് പാലിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ മലായിക്കത്തുകളെ വിളിക്കുന്നു. ബദർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പ്രഖ്യാപിക്കുന്നു. ജിബ്രീലിനെയും ഈ ഇസ്രാഫീലിനെയും മീകായിലിനെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ 1000 വീതമുള്ള 3 സംഘങ്ങളായി ബദറിലേക്ക് ചെന്ന് എന്റെ പ്രിയപ്പെട്ട ദൂതനെ ആശ്വസിപ്പിക്കുക, ബദറിന്റെ യുദ്ധക്കളങ്ങളെ ചെഞ്ചാര കൊണ്ട് ചെഞ്ചായമണിയിപ്പിക്കുക എന്ന് പറയുമ്പോൾ, യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുമ്പോ മലായിക്കത്ത് പറയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് യുദ്ധം എന്തെന്നറിഞ്ഞൂടാ, കാലത്തിലൊരിക്കലും യുദ്ധം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് യുദ്ധം അറിഞ്ഞൂടല്ല അല്ലാ. ഉടനെ തന്നെ തമ്പുരാൻ അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇത് യൂഹീ റബ്ബുക ഇലൽ മലായികതി അന്നീ മഅകും الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان എന്ന വിശുദ്ധമായ ഖുർആൻ ആയത്ത് അതാണ് സംഭവിച്ചത്, അതാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ പഠനം പഠിപ്പിച്ചു അല്ലാഹു തആല. എങ്ങനെയാണ് യുദ്ധമെന്ന് ഉടനെ പഠിച്ചു. ആകാശഭാഗത്ത് മലായികത്ത് വന്നു. ആ യുദ്ധത്തിൽ അങ്ങോട്ട് റബ്ബ് തആല കരാർ ചെയ്ത കരാറിനെ പൂർത്തീകരിച്ചുകൊണ്ട് ഗംഭീരമായ പടം നടത്തി. അങ്ങനെ അസ്ഹാബുൽ ബദരീങ്ങളുടെ വിജയത്തിന്റെ വെന്നിപ്പതാക പരിപറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.